എല്ലാവർക്കും നമസ്കാരം. GK ഗുരുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ SSC RRB പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ SSC RRB പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ GK ജനറൽ നോളജിലുള്ള, ജനറൽ അവയർനെസ്സിലുള്ള ഒരു അറിവ് എത്രത്തോളമാണെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ GK ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോഴിക്കോട് നിന്നുള്ള ആർദ്ര സുരേന്ദ്രനാണ്. അപ്പോൾ ആർദ്ര, വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. അപ്പോൾ ആർദ്ര ഏതൊക്കെ പരീക്ഷകൾക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സർ, ഞാൻ SSC RRBയുടെ ഏകദേശം എല്ലാ എക്സാംസിനും, പ്രധാനപ്പെട്ട എല്ലാ എക്സാംസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ജനറൽ നോളജിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാ? GKയിൽ എനിക്ക് ജോഗ്രഫി ഭയങ്കര ഇഷ്ടമാണ്. ജോഗ്രഫി ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം ജോഗ്രഫി എന്ന് തന്നെ ചോദിക്കാം. ഓക്കെ, ഓൺ വിച്ച് പ്ലാനറ്റ് ദ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ ഈസ്റ്റ്? അതായത് ഭൂമിക്ക് വിപരീതമായിട്ട് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കുന്നത് ഏത് പ്ലാനറ്റിലാണ്? ഓപ്ഷൻസ് നല്ലോണം പറയാം. ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി വീനസ്, ഓപ്ഷൻ സി സാറ്റേൺ, ഓപ്ഷൻ ഡി നെപ്റ്റ്യൂൺ. ഓക്കെ, സാറ്റേൺ അല്ല, നെപ്റ്റ്യൂൺ അല്ല, മെർക്കുറി അല്ല, ഓപ്ഷൻ ബി വീനസ് ആണ്. അറിയാം, ഓപ്ഷൻ ബി വീനസ്. കൊള്ളാം. അപ്പോൾ കുട്ടിക്ക് ജോഗ്രഫി ഇഷ്ടമാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നാട്ടില് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അല്ലേ? അപ്പോൾ വോട്ട് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വോട്ടിന് ഒരു രഹസ്യ സ്വഭാവം ഉണ്ട്. അത് സീക്രട്ട് ബാലറ്റ് ആണെന്ന് അറിയാം. നമ്മൾ വോട്ട് ചെയ്തിട്ട് ആരെയും കാണിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ചിട്ടാണ് ഒരു ചോദ്യം വരുന്നത്. ഓപ്പൺ ബാലറ്റ് സിസ്റ്റം ഈസ് ഫോളോഡ് ഇൻ ദ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ ഡി ഗ്രാമപഞ്ചായത്ത്. രാജ്യസഭ ആയിരിക്കില്ല, രാജ്യസഭയാണെന്ന് തോന്നുന്നു. രാജ്യസഭയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി രാജ്യസഭ കറക്റ്റ് ഉത്തരമാണ്. മറ്റുള്ള തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല, രാജ്യസഭയിലേക്കുള്ള വോട്ടിന് ശേഷം MLA മാർ അവരുടെ വോട്ട് കാണിക്കണം. ഈ ഒരു കുതിര കച്ചവടം ഒഴിവാക്കാനായിട്ടാണ് ഓപ്പൺ ബാലറ്റ് സിസ്റ്റം രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്, കൊള്ളാം. അപ്പൊ രണ്ട് ചോദ്യങ്ങളിൽ 2 മാർക്കും ആർദ്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആർദ്രയുടെ വീട് കോഴിക്കോടാണല്ലേ? കോഴിക്കോട് കാപ്പാടിനൊരു പ്രത്യേകത എന്താണ്? വാസ്കോഡഗാമ. ഏത് വർഷം എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. 1498 വന്നിറങ്ങിയ വ്യക്തിയാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് ആദ്യം കടൽ മാർഗം വന്ന ഒരു വിദേശി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡഗാമയാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്റെ അടുത്തൊരു ചോദ്യം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബിഫോർ ഗോവ വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? അതായത് ഗോവ തലസ്ഥാനമാകുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനം ഏതായിരുന്നു? ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി കാലിക്കറ്റ്. അറിയില്ല. എന്നാലും ബോംബെ ആണോ? ബോംബെ കുറച്ചു കാലം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. കോഴിക്കോടും കുറച്ചു കാലം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഗോവയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരുടെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. കൊച്ചിയിൽ നിന്ന് കുറച്ച് വർഷങ്ങൾ കൊച്ചിയിൽ നിന്നാണ് അവർ ഭരണം നടത്തിയത്. കൊച്ചിക്ക് നമ്മളിപ്പോൾ പറയുന്ന പേര് ഫോർട്ട് കൊച്ചി എന്നാണ്. അതിന് പേര് വരാൻ കാരണം തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കോട്ട ഫോർട്ട് ഇമ്മാനുവൽ കോട്ട പോർച്ചുഗീസുകാരാണ് കൊച്ചിയിൽ പണിയെടുപ്പിച്ചത്. ആ കോട്ടയുടെ പേരിലാണ് കൊച്ചി ഫോർട്ട് കൊച്ചി എന്നറിയപ്പെടുന്നത്. പിന്നീടാണ് അത് ഗോവയിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആർദ്ര എങ്ങനെ, നല്ല ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉള്ള ആളാണോ? കുഴപ്പമില്ല. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിൽ, നല്ല പദ്ധതികൾ ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു, ഒരു 5-year പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷനാണ് ഇപ്പൊ നിതി ആയോഗായിട്ട് മാറി. ഇതൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി വായിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ആ ഒരു പ്ലാനിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏത് രാജ്യത്തുനിന്ന് നിർത്തുന്ന അറിയാമോ? റഷ്യ എന്ന് പറയുമ്പോൾ മൂപ്പര് പണ്ട് USSR എന്ന് അറിയപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ, അവിടെ നിന്നാണ് എടുത്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പ്ലാനിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ശ്രദ്ധിച്ചോളുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺസ് ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ദ ഇന്ത്യൻ പ്ലാനിംഗ്? അതായത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? ഞാനപ്പോൾ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി PC മഹലനോബിസ്. ഇതില് ജവഹർലാൽ നെഹ്റു, എനിക്ക് എക്കണോമിക്സ് ആക്ച്വലി ഒരു വീക്ക് ഏരിയ ആണ്. എന്നാലും തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റു എന്ന് ലോജിക്കലി ചിന്തിക്കുമ്പോൾ പറഞ്ഞു പോകും. കാരണം ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്, പ്ലാനിംഗ് എന്നുള്ള കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ 1950 നമ്മുടെ പ്രധാനമന്ത്രി എന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മൂപ്പരൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ മൂപ്പരുടെ കാലഘട്ടത്തിൽ തന്നെ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അദ്ദേഹം നമുക്കറിയാം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഏതാണെങ്കിലും ബാക്കിയുള്ള ഓപ്ഷൻസിൽ ആരായിരിക്കും? PC മഹലനോബിസ്, പ്രസന്ന ചന്ദ്ര മഹലനോബിസ് എന്ന് പറയുന്ന സെക്കൻഡ് 5-year പ്ലാനിന്റെ ഒക്കെ ഒരു ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വഹിച്ച ഒരു വ്യക്തി PC മഹലനോബിസ് ആണ്. ഫാദർ ഓഫ് അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന്
അറിയപ്പെടുന്നത്. അമർത്യ സെൻ അല്ല എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഒരു എക്കണോമിസ്റ്റ് ആണ്, പക്ഷേ മാഗ്നോട്ടിക്സ് ആണല്ലോ നമ്മൾ ഈ 5 year പ്ലാനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതാണ് കാര്യം. അമർത്യ സെൻ ഈ അടുത്തല്ലോ വന്നേ അല്ലെ? അമർത്യ സെൻ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരനാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ചില കലാരൂപങ്ങളൊക്കെ ഈ SSCRR പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മുടെ ഫോക്ക് ഡാൻസുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, കഥകളി പോലുള്ള രൂപങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വളരെ റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചവിട്ട് നാടകം എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കലാരൂപമാണ് കേരളത്തിന്റെ മധ്യഭാഗത്ത്, പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തേക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില സിനിമകളിലൊക്കെ മമ്മൂട്ടിയുടെ കുട്ടിസ്രാങ്ക് പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ഈ കലാരൂപം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ചവിട്ട് നാടകം ഇസ് എ പോപ്പുലർ ക്രിസ്ത്യൻ ആർട്ട് ഫോം ഇൻ കേരള. It is believed to be originated after the arrival of which of the following Europeans? ചവിട്ട് നാടകം എന്ന് പറയുന്ന കലാരൂപം കേരളത്തിൽ ഉണ്ടാകുന്നത് ഏത് യൂറോപ്യൻസ് കേരളത്തിൽ വന്നതിന് ശേഷമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ബ്രിട്ടീഷ്, ഓപ്ഷൻ ബി ഫ്രഞ്ച്, ഓപ്ഷൻ സി പോർച്ചുഗീസ്, ഓപ്ഷൻ ഡി ഡച്ച്. ആക്ച്വലി ഒരു വൈൽഡ് ഗസ് ആണ്, എനിക്ക് ശരിക്കും അറിയില്ല. പോർച്ചുഗീസ് ആവാൻ സാധ്യതയുണ്ട്. പോർച്ചുഗീസ് ആണ് ഉത്തരം. കേരളത്തിൽ നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ കാപ്പാട് വന്നത് പോർച്ചുഗീസുകാരാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആർദ്രയുടെ നാട്ടിലാണ് വന്നത്. എന്നിരുന്നാൽ ഈ കലാരൂപം ആ ഭാഗത്തല്ല ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ പോർച്ചുഗീസുകാർ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ അവർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന പല സാധനങ്ങളും പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. പല പല വാക്കുകൾ, കടലാസ് പോലുള്ള വാക്കുകളിൽ അവരുടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള കേരളത്തിലൊരു കലാരൂപം, ആർട്ട് ഫോം എന്ന് പറയുന്നത് ചവിട്ട് നാടകമാണ്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു വൈൽഡ് ഗസ് ഒന്നും ആയിരുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. സോ ആക്ച്വലി എനിക്ക് എക്കണോമിക്സ്, ഹിസ്റ്ററി കുറച്ച് വീക്കായിട്ട്, ഞാൻ ആ ഒരു ഏരിയയിൽ വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം GK നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് അടിപൊളിയായിട്ട് ഈസി ആയിട്ടൊക്കെ പഠിക്കാൻ സജഷൻസ് പറഞ്ഞു തരും. അപ്പോൾ നമുക്കറിയാം SSCRRBയുടെ സിലബസ് പൊതുവെ വളരെ വാസ്റ്റ് ആണ്, ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ ആ സിലബസ് 100% പഠിക്കുക എന്ന് പറയുമ്പോൾ ഓപ്പൺ എൻഡഡ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്ത്, നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് അത് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ മനസ്സിലാക്കി അങ്ങനെ ആ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് പഠിപ്പിക്കുന്ന ഒരു ബാച്ച് ഉണ്ട്. നമുക്കറിയാം SSCRRB പരീക്ഷകളിൽ കേരളത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു അക്കാഡമി എന്ന് പറയുന്നത് സൈലം SSCRRB ആണ്. സൈലം SSCRRBയുടെ GK ബൂസ്റ്റർ ബാച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. അതുപോലെ GK ബൂസ്റ്റർ ബാച്ചിന്റെ പുതിയൊരു വേർഷൻ 2.0 അവർ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഈ ഒരു സിലബസിനെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് GK ബൂസ്റ്റർ ബാച്ചിൽ ചെയ്യുന്നത്. പിന്നെ വർഷാവർഷം ഇപ്പോൾ RRB കൂടെ എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്, ഒരുപാട് പരീക്ഷകൾ എഴുതാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ സ്വാഭാവികമായിട്ടും മലയാളത്തിലായിരിക്കും പഠിപ്പിക്കുന്നത്. നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു മലയാളം മീഡിയം പഠിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ബാച്ച്. അപ്പോൾ പ്രിപ്പറേഷനിൽ ആ ഒരു അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഒരു ജോലി ലഭിക്കട്ടെ. ജോലി ലഭിച്ചിട്ട് വീണ്ടും പരിപാടിയിൽ പങ്കെടുക്കാൻ വരണം. അപ്പോൾ കുറച്ചുകൂടെ കടുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.